ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായകമായ ഘട്ടമെന്ന് പറയുന്നത് സർവകക്ഷി യോഗം ചേരുന്നു എന്നത് തന്നെയാണ്. സിന്ദൂർ തിരിച്ചടിയുടെ വിശദാംശങ്ങൾ പ്രതിപക്ഷത്തെ ധരിപ്പിക്കുക, ഇനി നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന സമീപനം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് വിശദമായ ചർച്ചകളിലേക്ക് കടക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു എന്നതാണ്. നേരത്തെ ഈ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ച യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടവച്ചിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനു, തീർച്ചയായും പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നേരത്തെ തന്നെ അറിയണമെന്ന ഒരു കാര്യം പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം മറ്റു നേതാക്കളൊക്കെ തന്നെയും ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് നിർണായകമായിട്ടുള്ള സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. രാവിലെ 11 മണിക്ക് പാർലമെൻറ്റിൽ വെച്ചാണ് യോഗം ചേരുക. പ്രധാനമായും ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കരസേനയുടെയും അതോടൊപ്പം നാവികസേനയുടെയും മേധാവികളും അതോടൊപ്പം വിദേശകാര്യ സെക്രട്ടറി വിശ്വം മിശ്ര അടക്കമുള്ള ആളുകൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുള്ള ഒരു കാര്യം ഇന്ത്യൻ ജനതക്കും അതോടൊപ്പം പ്രതിപക്ഷ നേതാക്കൾക്കും ഉണ്ട്. അത്തരത്തിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം നൽകാൻ തന്നെയാണ് ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും ഇന്ന് ചർച്ച ചെയ്യും. അതായത് ഓപ്പറേഷൻ 2.0യുമായി ബന്ധപ്പെട്ട ചർച്ച ഇന്ന് നടക്കുമെന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ ഒരു പ്രകോപനം അതിർത്തി മേഖലകളിൽ ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ 2.0യുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകണം, അതായത് ഭീകരാക്രമണ കേന്ദ്രങ്ങൾ ഭീകരരുടെ കേന്ദ്രങ്ങൾ 25ഓളം കേന്ദ്രങ്ങളാണ് കഴിഞ്ഞ ദിവസം ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ 9 എണ്ണത്തിൽ മാത്രമാണ് ഒരു പ്രഹരം നൽകാൻ ഇന്ത്യക്കായിട്ടുള്ളത്. മറ്റു കേന്ദ്രങ്ങളും ശക്തമായിട്ടുള്ളൊരു പ്രതികരണം അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്തുക എന്നുള്ളത് തന്നെയായിരിക്കും 2.0ൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനുകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പ്രതിപക്ഷ എംപിമാരുടെയും അതോടൊപ്പം നേതാക്കളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകും. അത് സ്വീകരിക്കുക എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പ്രധാനമായും ഈ സർവകക്ഷി യോഗത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതോടൊപ്പം മറ്റു സേനാ വിഭാഗങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും ചർച്ചയാകും. പ്രധാനമായും ഭീകരവാദത്തിനെതിരെ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കൈക്കൊള്ളുന്ന നിലപാടുകളോട് പൂർണ്ണ പിന്തുണ നേരത്തെ തന്നെ പ്രതിപക്ഷ എംപിമാരടക്കം മുന്നോട്ട് വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കൂടുതൽ പിന്തുണ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് നേടിയെടുക്കുക എന്നുള്ളതും കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ള ഒരു ലക്ഷ്യമാണ്. എന്തായാലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതോടൊപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കും. തുടർ നടപടികളും അതോടൊപ്പം സിന്ദൂർ ഓപ്പറേഷൻ 1മായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളും കൂടുതൽ അറിയാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തേക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നില്ല. പകരം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാൻ പോയത് വലിയ വിമർശനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ വലിയ സുരക്ഷാ വീഴ്ച കേന്ദ്ര സർക്കാരിന് ഉണ്ടെന്ന് സമ്മതിക്കുകയും പിന്നീട് വലിയ വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്ന സാഹചര്യത്തിൽ തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ബീഹാർ സന്ദർശനം. അതും വലിയ തിരിച്ചടി കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ അതോടൊപ്പം നിർദ്ദേശങ്ങൾ പങ്കുവെക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് യോഗത്തിൽ പങ്കെടുത്തേക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആഭ്യന്തര മന്ത്രാലയം അതോടൊപ്പം മറ്റു പ്രതിരോധ മന്ത്രാലയങ്ങളൊക്കെ തന്നെയും കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് 11 മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട യോഗം പാർലമെൻറ്റിൽ ചേരുന്നത്. ഇടതുപക്ഷ എംപിമാരും യോഗത്തിൽ പങ്കെടുക്കും. ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾ ദില്ലിയിൽ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. ഈ യോഗത്തിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്യും. അതോടൊപ്പം ഭീകരവാദത്തിനെതിരെയും പാകിസ്ഥാനെതിരെയുമുള്ള ഈ ഇന്ത്യയുടെ പ്രകോപന അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളും പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെയും മുന്നോട്ട് വെക്കും. അത്തരം നിർദ്ദേശങ്ങളൊക്കെ തന്നെയും പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ പ്രതിപക്ഷ എംപിമാർ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട സർവകക്ഷി യോഗം നടക്കും. രാജ്നാഥ് സിംഗും അതോടൊപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്രമീകരണങ്ങളുടെ വിവരങ്ങൾ വിശദീകരിക്കും. പ്രത്യേകിച്ചും
ഈ ഓപ്പറേഷൻ നടന്നിട്ടുള്ളത് അതീവ രഹസ്യമാക്കിക്കൊണ്ടായിരുന്നു. പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കളോ അല്ലെങ്കിൽ മറ്റു നേതാക്കളോ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിച്ചിരുന്നല്ല. ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ കൃത്യമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 9 കേന്ദ്രങ്ങളിൽ ഒരു പ്രഹരം സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് ആയിട്ടുള്ളത്. അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളിൽ പോലും വലിയ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയണമെന്ന പ്രതിപക്ഷ എംപിമാർ നേരത്തെ തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് യോഗം നിർണായകമാകുന്നത്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതും ഇന്ന് ചർച്ചയാകും.